ഒക്കെയാണ് കളയുന്നില്ല ശ്വാസം മുട്ടുന്നത്. ഫാത്തിമത്തുൽ റിസ 20 വയസ്സ് വരെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ജീവിച്ചൊരു പെങ്കൊച്ച് കല്യാണം കഴിഞ്ഞ് 8 മാസം കൊണ്ട് ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്വയം ജീവനെടുക്കേണ്ട സിറ്റുവേഷനിൽ എത്തി നിന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും. ആളുടെ കുറച്ച് വോയിസ് ലെറ്റർ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ വോയിസിൽ ആള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന പരനാറി പിടിച്ചവൻ ലഹരി യൂസ് ചെയ്യുന്നവനാണ്. അവൻ എന്ത് ചെയ്താലും അതിന് കുറ്റം ഈ പെങ്കൊച്ചിനെയാണ് പറയുന്നത്. ചില ആൾക്കാരുണ്ട്, എന്താണെന്നറിയോ, നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പെങ്കൊച്ചിന്റെ കഴിവില്ലായ്മ, അല്ലെങ്കിൽ അവള് കാരണം, അല്ലെങ്കിൽ അവളാണ് അതിന് കാരണം, അവള് വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ആയത്, അവള് വന്നതിന് ശേഷമായിരിക്കും ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ചിലപ്പം പുറത്തു വരുന്നത്. അതുവരെ നിങ്ങൾ കണ്ടതൊക്കെ വെറും പുറമൂടിയായിരിക്കും. സ്വന്തം വീട്ടുകാര് പോലും ഇവൻ ഇങ്ങനെയാണ് എന്നറിയുന്നത് ആ പെങ്കൊച്ച് അയാളുടെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷമായിരിക്കും. പക്ഷേ കുറ്റം നീ വന്നതുകൊണ്ടല്ലേ, നീ വന്നതിന് ശേഷമാണ് ഇവൻ ഇങ്ങനെ ആയത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. പോലെ ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എന്റെ ഉപ്പയും വരിയൂല. ഈ പെൺകുട്ടി മരിച്ച അന്ന് തന്നെ ഇവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവൻ പോയി, അവന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ പെങ്കൊച്ച് മരിച്ചു ആ സമയത്ത് തന്നെ അവിടുന്ന് ഗൾഫിലോട്ട് കടന്നു. ഞാൻ പോയിട്ട് എന്റെ ഉപ്പാട്ടല് പറഞ്ഞു കൊടുക്കുന്നത് ഓരങ്ങനെ നല്ലോണായിട്ട് ജീവിക്കണ്ടാണ്. അതൊക്കെ പൊറുക്കാൻ കഴിയില്ലാണ്. ഓരങ്ങനെ സുഖിക്കണ്ടാണ്, അന്യല്ലാക്കിട്ടും സുഖിക്കണ്ടാണ്. ഓരോന്ന് വളരെ പോയിപ്പിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കാനൊക്കെ കഴിയില്ല. നീ എന്തായാ ചെയ്ത ഉപ്പാനും ഉപ്പയും എന്നെ എടുക്കുകയായിരിക്കുമ്പോ ഓനെന്തായാലും ഓനെന്നെ പറ്റി കുറ്റം പറഞ്ഞു ഉപ്പാനും മടിയും മനസ്സിൽ വരെ എന്നെ പഠിക്കാക്കും. ഞാൻ ഇങ്ങനെ ചെയ്യാൻ വിടലാണ്. എനിക്ക് എന്നോടാ പറയാ. ചില ആൾക്കാരുണ്ട്, ഭാര്യയുടെ വീട്ടുകാരുടെ മുന്നിൽ എല്ലാം തികഞ്ഞൊരു വ്യക്തിയായിരിക്കും. പക്ഷെ അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയുന്നത് ഈ കൂടെ ഇരിക്കുന്ന ഭാര്യയ്ക്ക് മാത്രമായിരിക്കും. കാണുമ്പോ ആള് പാവം, ഇവനെ പോലെ ഒരു ചെറുക്കനെ വേറെ കിട്ടാനില്ല, അത്രയും പാവം, നല്ല സ്വഭാവം. അതുകൊണ്ട് തന്നെ ചിലപ്പം മക്കളെക്കാൾ അവർ വിശ്വസിക്കുന്നത് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വന്നു കയറിയ പയ്യനെ ആയിരിക്കും. കാരണം അവര് കാണിക്കുന്ന അല്ലെങ്കിൽ അവര് പെരുമാറുന്ന രീതി അങ്ങനെയാണ്. ഭാര്യയോട് എന്ത് തെറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഭാര്യ അത് പുറത്ത് പറയത്തില്ല എന്നുള്ള വിശ്വാസം വെച്ചിട്ട് ആ വിശ്വാസം മുതലെടുത്തിട്ട് ഭാര്യയെ മാക്സിമം ഉപദ്രവിക്കുക, വീട്ടുകാരുടെ മുന്നിൽ നല്ല വിളച്ചമയുക, അങ്ങനെയും ചില ക്യാരക്ടർ ഉണ്ട്. അതാണ് ഇവിടെയും ഫൈസ ഈ പറഞ്ഞു വരുന്നത്. എന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിൽ വരെ അവൻ മോശക്കാരിയാക്കി വെക്കും. നീ അതിന് സമ്മതിക്കരുത്. എന്തായാലും പണിട്ട് പറഞ്ഞു കൊടുക്കണത്. എന്റെ റൂമിൽ വാച്ചിന്റെ ഡ്രസ് വെക്കുന്നതിന്റെ താഴെ കല്യാണത്തിന്റെ ലെഹങ്ക വെച്ചതിന് ഉള്ളോട്ടായിട്ടൊരു റെഡ് കവർ, അതിന് 2 പേപ്പർ ഉണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുത്തത്. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. നോക്കോ ഓന്റെ ഉപ്പ് വരിയൂല പോലെ ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എന്റെ ഉപ്പയും വരിയൂല. ഇനി ഉപ്പയും ആയാലും ഓന്റെ വാക്കുകൾ കണ്ണീരാക്കാൻ ഭാഷക്ക് വേണ്ടി കഴിയൂലേ. അതെല്ലാം ആലോചിക്കുമ്പോ എനിക്ക് ചെയ്യാൻ തോന്നില്ല, പക്ഷെ ചെയ്യാൻ നിൽക്കാനും കഴിയുന്നില്ല. ചെയ്യാണ്ടെന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ആദ്യം ഉരുകി തീരാൻ കഴിയൂല.
ദയവ് ചെയ്തിട്ട് 18-20 വയസ്സാവുമ്പോ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടരുത്. ജീവിതം എന്താണ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് എന്താണ് എന്നൊന്നും അവർക്ക് അറിയണം എന്നില്ല. അവർക്ക് ആ സമയത്ത് പഠിക്കാനുള്ള സമയമാണ്. പഠിക്കാൻ വേണ്ടി വിടുക, പഠിക്കാൻ വിട്ട് അവരുടെ സ്വന്തം കാലിൽ നിർത്തുക. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോ ഇതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പം സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ള ബോധം ഉണ്ടാകുമ്പോ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്വന്തം കാലിൽ ജീവിക്കും. കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാലോ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണം അന്വേഷിച്ച് വരുന്ന ആൾക്കാരുടെ അടുത്ത് ദയവ് ചെയ്ത് പെൺപിള്ളേരെ പറഞ്ഞു വിടരുത്. കല്യാണം കഴിഞ്ഞു കഴിയുമ്പം ഇവരുടെ ഈ മട്ടും വാക്കും ഒക്കെ മാറ്റും. എത്ര ആൾക്കാർ നമ്മുടെ ഇടയിൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് എന്നൊന്ന് അന്വേഷിക്കണം. നൂറിൽ ഒരു 98 ആൾക്കാരും അടുക്കളയും മക്കളും കുടുംബവുമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുവാണ്. ആ 2% മാത്രമാണ് പഠിക്കുന്നുള്ളത്. ബാക്കിയൊക്കെ ഏതേലും അടുക്കളയിൽ എവിടെയെങ്കിലും ഒക്കെ കരിയും പുകയും കൊണ്ട് ജീവിക്കുന്നുണ്ടാവും. വീട്ടുകാരെ വിഷമിക്കും, വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്തു പറയും എന്നുള്ള സിറ്റുവേഷൻ ആലോചിച്ചിട്ടായിരിക്കും പലരും ആ ജീവിതം അവിടെ ഒരുക്കി തീർക്കുന്നത്. അവർക്ക് വേറൊരു വഴിയില്ലാതെ, അല്ലെങ്കിൽ ഇനി സഹിക്കാൻ പറ്റത്തില്ല എന്ന സിറ്റുവേഷനിലാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ദയവ് ചെയ്ത് ആ തീരുമാനത്തിൽ അവരെ കൊണ്ട് എത്തിക്കരുത്. ഇനിയെങ്കിലുള്ള കുട്ടികളെ പഠിക്കാൻ വിട്. ഇത് ഇന്നും ഇന്നലെ ഒന്നും അല്ല. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പം പറഞ്ഞു പറഞ്ഞ് മനുഷ്യന് മടുത്ത്. കല്യാണം അല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ തേങ്ങാക്കൊല എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഒരു കാലിൽ നിന്ന് അവർ ആ ജോലി എടുക്കട്ടെ, 10 കാശ് കയ്യിൽ വരട്ടെ. അപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ തല നീട്ടാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കും. പെൺപിള്ളേർക്ക് ഒരു ജോലിയും കുറച്ച് ധൈര്യം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ. നാട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും, കുടുംബക്കാരെന്തു പറയും, അല്ല, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളാണ് 10-20 വയസ്സ് വരെ പെൺപിള്ളേരെ വളർത്തി കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിച്ച ഒരു നിലയിൽ എത്തിക്കുന്നത്. അവിടെ ഡിവോഴ്സ് ആയിട്ട് പെൺപിള്ളേരെ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാട്ടുകാർക്ക് പറയാനുള്ള കാരണാവും എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ മക്കളാണ്, നാട്ടുകാർ വിചാരിച്ചാൽ എനിക്കൊരു തേങ്ങ അവിടെ ഇല്ല, ഞാനാണ് കഷ്ടപ്പെട്ടത്, ഞാനാണ് വളർത്തിയത് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ പലരും ചിന്തിക്കില്ല. പലരും ചിന്തിക്കുന്നത്, മോളെ നീ വീട്ടിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, നിനക്ക് താഴെ പെങ്ങളുണ്ട്, ആങ്ങളയുണ്ട്, അവരുടെ ജീവിതം പോവും. ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. മറിച്ച് ചിന്തിക്കുന്നത് ഒരു 1%-2% ആൾക്കാരേ ഉള്ളൂ നീ ഇങ്ങ് പോര് എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് കെട്ടിച്ചു വിടരുത്. അത്രേ പറയാനുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും